ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനത്തെ നമ്മൾ മുംബൈയിൽ നിന്ന് നേരെ വന്നത് കർണാടകത്തെ ബാംഗ്ലൂരിലോട്ടാണ്. അപ്പം ഇനി കുറച്ച് കറക്കാം നമുക്ക് ബാംഗ്ലൂരിലാക്കാം. ഇപ്പം നമ്മൾ മോർണിംഗ് തന്നെ വന്നത് നമ്മൾ ഇസ്കോൺ ടെമ്പിളിൻ്റെ നേരെ ഫ്രണ്ടിലാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ ഇപ്പോഴേക്കും കുറച്ച് ലേറ്റാണ്, അത്യാവശ്യം തിരക്കുണ്ട്. കാരണം ഞാൻ ഇന്നലെ അവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കും മോർണിംഗ് ആയിന്. അപ്പോൾ രാവിലെ നീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാ ഇന്നവിടെ ലേറ്റായി. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറാം. ജെൻസ് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലോട്ട് ഷോർട്സ് പറ്റില്ല. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു രണ്ടാളും ഒരുത്തൻ ഷോർട്സ് ഇട്ടിട്ട് ഇപ്പോൾ കുടുങ്ങി. ഓൻ പുറത്താണ്. ഓനയുടെ കുടുങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഷോർട്സ് ഇട്ടിറങ്ങിയതായിരുന്നു. പിന്നെ ഞാൻ പാൻ്റാക്കാൻ വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലെത്തി. ഇത് കൃഷ്ണൻ്റെ ടെമ്പിളാണ്. ഏകദേശം 1997 ഈ ടെമ്പിൾ ഇവിടെ നിലവിൽ വന്നത്. അങ്ങനെ ഈ ടെമ്പിളിൻ്റെ പ്രതിഷ്ഠയൊക്കെ കണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഞങ്ങളിത് മെയിൻ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇറങ്ങാം. ഇത് നോക്കണേ, അമ്പലം അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ ഒറ്റടിക്ക് കഴിഞ്ഞ്. ബാക്കി ഫുള്ള് ബിസിനസ്സാണ്. അതായത് ഫുള്ള് കൃഷ്ണനെ വെച്ചിട്ടുള്ള ഫോട്ടോസ്, കൃഷ്ണനെ വെച്ചിട്ടുള്ള എന്താ ടീഷർട്ട്, കുട്ടികൾക്കുള്ള കൃഷ്ണനെ വെച്ചുള്ള ബോക്സ്, ഫുള്ള് ബിസിനസ്. ഫുള്ള് കൃഷ്ണനെ വെച്ചുള്ള സാധനങ്ങൾ, കൃഷ്ണൻ്റെ കാർട്ടൂൺ CD വരെ ഉണ്ട് അവിടെ. അങ്ങനത്തെ നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് ബണ്ണാർഘട്ട നാഷണൽ പാർക്കിലേക്ക് പോവാം. അങ്ങനെ ബണ്ണാർഘട്ട ബയോളജിക്കൽ പാർക്കിലെത്തി. പക്ഷേ ഒടുക്കത്തെ തിരക്ക്. അങ്ങനത്തെ ഞങ്ങൾ സൂവിൻ്റെ ഉള്ളിൽ കയറി നമ്മളെ ഫസ്റ്റ് ആനിമലിനെ കാണാൻ പോവാ. അവിടെ സീബ്രേനെ കാണാം. നമ്മളിത് നെക്സ്റ്റ് ജിറാഫ്. ജിറാഫിന് കറക്റ്റ് ഒരു പോർച്ചുണ്ടാക്കിയാണ്. അത് കയറി നിൽക്കാൻ കറക്റ്റ്. പശുവല്ലേ എടാ, പശുവിന്റെ മാതിരി ഉണ്ടോ അല്ലേ? മാവോ? ഇതാണ് ഗൈസ് മാപ്പ്. നമുക്കിത് ഫുള്ള് കവർ ചെയ്യണം. ടൈഗർ അത് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോയേക്കാം. ഒരു ടൈഗറിനെ കാണാനല്ലേ തിരക്ക്. കരടി അല്ലേ? എന്താ കടന്നുറങ്ങടാ, നല്ല സുഖമായിട്ട് ഉറങ്ങണോക്ക. താമസല്ലേ? പോയേക്ക. അതിന്റെ കൂട്ട് പോണതാ, അതിന്റെ കൂട്ട് പോണ്ട്. അയ്യോ, നമ്മളെ നാട്ടിലല്ലേ? എടാ, അത് ഈ സാധനത്തിന് ഭയങ്കര വംശനാശം വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. അത് ഇതല്ല, ശരിക്കും അങ്ങനെ ഉണ്ടോല്ലേ? ലിയോപ്പേർഡിനോ ചീറ്റയ്ക്ക് വംശനാശം വന്നിട്ട് എന്നിട്ട് വരുത്തിയതാണ്. പിന്നെ തക്കുടേ, ഇവിടെ ഒരു മനുഷ്യന്മാർ ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പോയോണ്ടിരിക്കുക. പക്ഷെ അതിന്റെ ഉള്ളിൽ സാധനം ഉണ്ട്. ചേട്ടോ കണ്ടോ, ലയൺ അവിടെ ഉണ്ട്. ലയന്റെ സൗണ്ടാണ്. എന്ത് സൗണ്ടില്ലേ ലയന്റെ സൗണ്ട്. പോളി ആമല്ലേന്നോ? ഇവന്റെ വീട്ടിൽ ആമണ്ടേന്നു. ആമയുടെ നാളെ പോലീസുകാരൊക്കെ മണിയന്റെ വീട്ടില്. ഇഗ്വാന കളറ് മാറൂല, ഓന്താണ് കളറ് മാറുക. എന്തല്ലേ അനങ്ങാതൊക്കെയാണ്. അങ്ങനെ നമ്മള് സൂന്നൊക്കെ ഇറങ്ങി ഇനി ജസ്റ്റ് ഒന്ന് റൂമിൽ പോട്ടെ, എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇനി ഇറങ്ങാം. അങ്ങനെ നമ്മൾ സൂന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന്. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ എത്തിന്. പക്ഷേ
ഇന്നലെ കുറേ തപ്പി നമുക്ക് മന്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 days അല്ലെങ്കിൽ 5 days ആയി. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് മന്തിയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ട് വേഗം ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ നോക്കി, കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ നമ്മൾ മന്തി വയ്ക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ നമുക്ക് മന്തി വയ്ക്കാൻ ഗൈസ് വെയിറ്റിംഗാ. ഗൈസ് ഫുഡ് വന്ന്, ഇനി ഫുഡ് കഴിക്കട്ടെ. ഗൈസ് കംപ്ലീറ്റ് ആയി. ഇനി എണീക്കട്ടെ, ഫുഡ് കഴിച്ച് ഇനി നമുക്ക് നേരെ റൂമിൽ പോവാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പം വന്നിരിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായ ഫിനിക്സ് മാളിലോട്ടാ. നമ്മൾ മാളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇനി തിരിച്ച് നാട്ടിലോട്ട് പോട്ടെ. ഏകദേശം 7 ദിവസത്തിന് ശേഷം ഇനി നാട്ടിൽ പോണേ. അപ്പം ഓവറോൾ നമ്മൾ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വ്ളോഗായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.